മിനിസ്റ്റർ, ഈ പ്രശ്നങ്ങൾ താങ്കൾ പറഞ്ഞു ആളുകൾക്ക് തെറ്റിദ്ധാരണയുണ്ട്, അത് നമ്മൾ തിരുത്തി കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ഏറ്റവും അധികം പ്രതിഷേധവുമായി രംഗത്ത് വന്നത് ചാണ്ടി ഉമ്മൻ MLA ആണ്. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ടും ഒന്നും സംഭവിച്ചില്ല, ശരിയായ വിവരങ്ങൾ തന്നില്ല, വസ്തുതകൾ വക്രീകരിച്ചു, തെറ്റായ വിവരങ്ങൾ നൽകി, തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ ആരോപണം ഉന്നയിച്ചത് അവിടുത്തെ ഒരു ജനപ്രതിനിധിയാണ്. അത് അദ്ദേഹം സ്വാഭാവിക പ്രതിപക്ഷത്ത് നിൽക്കുന്നൊരു MLA എന്നുള്ള നിലയ്ക്ക് അതൊക്കെ ഉന്നയിക്കുക അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ ദൗത്യമാണെന്ന് നമുക്ക് കൃത്യമായി തിരിച്ചറിയാം. അതിനെ അങ്ങനെ കണ്ടാൽ മതി. അതിനെ നമ്മൾ മറ്റു രൂപത്തിലേക്ക് പുള്ളി യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിച്ചാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യങ്ങൾ അന്വേഷിച്ച് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹം ഇത് പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ല, താങ്കൾ പറഞ്ഞത് 2013 തന്നെ ഈ കെട്ടിടത്തിന്റെ ബലക്ഷയം സംബന്ധിച്ച വിവരങ്ങൾ റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഇതിപ്പോൾ 2025 ജൂലൈ മാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് 12 വർഷം കഴിഞ്ഞു. എന്നിട്ടുണ്ടാകുന്ന ഒരു അപകടത്തിന് നമ്മൾ ആരെയാണ് പഴിക്കുക മിനിസ്റ്റർ? അല്ല, അതിൽ ഗോപികൃഷ്ണൻ മനസ്സിലാക്കി 2013 അധികാരത്തിരുന്ന UDF ഗവൺമെൻറ്റാണ്. ആ കാലഘട്ടത്തിൽ 2016 വരെ ഉണ്ടായിരുന്നു. ഒന്നും ചെയ്തിരുന്ന ഒരു രൂപ മാറ്റി വെച്ചിരുന്നില്ല. 2016 അധികാരത്തിൽ വന്ന പിണറായി സർക്കാരാണ് ആദ്യമായി ഈ റിപ്പോർട്ട് കണ്ടിട്ട് കിഫ്ബിയിൽ അതിന് പണം വെച്ചത്. ആ ഗവൺമെൻറ് തുടങ്ങി വെച്ച പ്രവർത്തനമാണ് 8 നില മന്ദിരം ഇപ്പോൾ തീർത്ത് 565 ബെഡും 16 ഓപ്പറേഷൻ തിയേറ്ററുള്ള സർജിക്കൽ ബ്ലോക്ക് ഇപ്പോൾ പണി പൂർത്തിയായി OT തീർന്നു കഴിഞ്ഞാൽ അതിലേക്ക് മുഴുവൻ ഫുൾ സീനിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നത്. അത് ഈ ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയാണ്. അന്ന് ഇത് മനസ്സിലാക്കിയിരുന്ന റിപ്പോർട്ട് വാങ്ങി വെച്ച ഗവൺമെൻറ് ഒന്നും ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതാണ് കൃത്യമായ ഡേറ്റ് സഹിതം പറഞ്ഞത്. അല്ല, പക്ഷെ എന്നാലും ഈ സർക്കാരും അധികാരത്തിൽ വന്നിട്ട്, അതായത് 2013 കഴിഞ്ഞ് പിന്നീട് ഇത് 2ാം പിണറായി സർക്കാരിൻ്റെ കാലമാണ്. അതും വൈകുകയല്ലേ? കാരണം എന്നിട്ടും തീരുമാനമുണ്ടായി, എന്നിട്ടും ആളുകളെ മാറ്റിയില്ല എന്ന് പറയുമ്പോൾ അതിലൊരു വീഴ്ചയുണ്ടല്ലോ മിനിസ്റ്റർ, പ്രകടമായി തന്നെ. ഇല്ല, അതിനകത്ത് 2ാം പിണറായി സർക്കാർ വന്നതിന് ശേഷം കിഫ്ബി ഉണ്ടാകുന്നത് തന്നെ ആദ്യത്തെ 2 വർഷത്തിനുള്ളിലാണ് അതിന് ഫണ്ട് കണ്ടെത്തുന്ന സോഴ്സ് വന്നത്. അതിനുശേഷം പിന്നീട് എല്ലാവർക്കും അറിയാവുന്ന കോവിഡ് വന്നു. കോവിഡ് വന്നിടത്ത് 2-3 വർഷക്കാലം നിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലായിടത്തും നിർത്തിവെക്കേണ്ടി വന്നു. നമ്മൾ പല നിർമ്മാണ പ്രവർത്തനവും സംസ്ഥാനത്ത് നിർത്തിവെച്ചിരുന്നു, ഇവിടെ നിർത്തിവെക്കേണ്ടി വന്നു. അത് സ്വാഭാവികമായിരുന്നു. അതിനുശേഷം വന്ന കാലതാമസം ഒട്ടുമില്ല. പിന്നീട് ത്വരിതഗതിയിൽ നടക്കുകയെന്ന് കോവിഡ് മാറിയതിന് ശേഷം 8 നില മന്ദിരം തീർന്ന് 565 ബെഡിനുള്ള സൗകര്യം, വലിയ ബഹുനില മന്ദിരമാണ് ഇവിടെ ഉയർന്നത്. നിങ്ങൾ കാണേണ്ടതാണ്. അതുണ്ടായി വരണമെങ്കിൽ അതിനെടുക്കുന്ന കാലതാമസം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഏറ്റവും അവസാനമായി മന്ദിരം തീർന്നു കഴിഞ്ഞാലും ഇതിൻ്റെ സ്കാനിങ് സെൻറ്റർ, MRI, CT സ്കാന്, അൾട്രാസ്കാന്, 16 ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ എക്യുപ്മെൻറ്റ്സ്, അത് അണുവിമുക്തമാക്കുന്ന നടപടി, അതെല്ലാം നടന്നുകൊണ്ടാണ് ഇതിലേക്ക് വരാൻ കഴിയും. പെട്ടെന്നൊരു സാധാരണ ബിൽഡിംഗ് പോലെ കയറി പ്രവർത്തിക്കാൻ കഴിയില്ല സർജിക്കൽ ബ്ലോക്ക് ആകുമ്പോൾ. അപ്പോൾ അത് എന്നാണ് ഇടയ്ക്കിടയ്ക്ക് ഈ മീറ്റിംഗ് കൊടുത്തുകൊണ്ടിരുന്നത്. അതാണ് ഞങ്ങൾ കഴിഞ്ഞ 30-ാം തീയതി കൂടിയ മീറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞത്. ഈ ഉപയോഗശൂന്യമായ ഒരു കെട്ടിടത്തിലേക്ക് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി എത്തിയ ഒരു രോഗിയുടെ രക്ഷിതാക്കൾ അവിടെ ഈ വാഷ്റൂം ഉപയോഗിക്കാൻ പോകാൻ ഇടയായ സാഹചര്യം എങ്ങനെയാണ്? സ്വാഭാവികമായിട്ടും നാട്ടുകാർക്ക് അതിൽ സംശയം ഉണ്ടാകുമല്ലോ. എങ്ങനെയാണ് അവിടെ കൃത്യമായ ഒരു അടച്ചു വെച്ചിരുന്നെങ്കിൽ, പൂട്ടിയിട്ടിരുന്നെങ്കിൽ ആളുകൾ പോകില്ലല്ലോ. അതാണ് നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം പരിശോധിക്കൂ എന്ന് പറഞ്ഞതിൻ്റെ ഒരു പ്രധാനപ്പെട്ട, നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണത്. അതുകൊണ്ടാണ് ഡിസ്ട്രിക്ട് കളക്ടറോട് ഒന്ന് പരിശോധിച്ച് കൃത്യമായി റിപ്പോർട്ട് തരണം, അന്വേഷണം പ്രഖ്യാപിച്ചതിൻ്റെ കാര്യം അതാണ്. ഇനിയിപ്പോൾ അടിയന്തരമായി ഉണ്ടാകാൻ പോകുന്ന നടപടികൾ എന്താണ് മിനിസ്റ്റർ? താങ്കൾക്കാണല്ലോ അവിടെ ജില്ലയുടെ ചുമതല. ഇല്ല, അടിയന്തരമായി വന്ന അന്വേഷണ റിപ്പോർട്ട് വരുത്തി കാര്യങ്ങൾ ചെയ്യും. അതിലുപരി ഇനി ഇത്തരം സംഭവം ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതലെന്ന രൂപത്തിൽ മുഴുവൻ രോഗികളെയും സുരക്ഷിതമായ പുതിയ സർജിക്കൽ ബ്ലോക്കിലേക്ക് മാറ്റി ഓപ്പറേഷൻ തിയേറ്ററിന് അടിയന്തരമായി ചെയ്യേണ്ട മെയിൻ്റനൻസ് ചെയ്യാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കി കാഷ്വാലിറ്റിയിലെ ഓപ്പറേഷൻ തിയേറ്ററിലൂടെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഓപ്പറേഷൻ നടത്താൻ തീരുമാനമെടുത്തു. മറ്റേ വാർഡുകളെല്ലാം മോർ സേഫാണ്. അതുകൊണ്ട് തന്നെ രോഗികളെല്ലാം ഇന്ന് രാത്രിയിൽ നാളെയായിട്ട് ഇങ്ങോട്ട് മാറ്റാൻ തീരുമാനിച്ചു. ഈ രോഗികളുടെ ബന്ധുക്കളിൽ ചിലർ ഉന്നയിക്കുന്ന ഒരു പരാതി മിനിസ്റ്റർ, അതുകൂടി ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അതായത് അവരോട് കുറേ പേരോട് പെട്ടെന്ന് തന്നെ അവിടുന്ന് ഡിസ്ചാർജ് വാങ്ങി പോകാൻ പറഞ്ഞു എന്ന നിലയിൽ കുറേ പരാതികൾ വരുന്നതായി അറിയുന്നുണ്ട്. അത് താങ്കൾ പരിശോധിച്ചു? അത് അതിങ്ങനെ ഒരു പരാതി ഒരു സ്ഥലത്ത് നിന്ന് മാധ്യമപ്രവർത്തകർ പറഞ്ഞു കേട്ടു. അതുകൂടെ പരിശോധിക്കാൻ ഇപ്പോൾ സൂപ്രണ്ടോട് പറഞ്ഞിട്ട്, അങ്ങനെ ആരെങ്കിലും പറഞ്ഞെങ്കിൽ അവരുടെ നടപടി സ്വീകരിക്കാനും പറഞ്ഞിട്ടുണ്ട്. ശരി, വളരെയധികം നന്ദി മിനിസ്റ്റർ. ശ്രീ VN വാസവനാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം സംഭവ സ്ഥലത്ത് തന്നെ തുടരുകയാണ്. തുടക്കത്തിൽ അദ്ദേഹവും വീണ ജോർജും ഇത് ഈ അപകടം നടന്നുകൊണ്ടിരുന്നത് ഇത് ഉപയോഗശൂന്യമായ കെട്ടിടമാണ്, അപകടങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഒരു മരണം സംഭവിച്ച വിവരങ്ങൾ പുറത്തു വരുന്നത്. അതോടുകൂടി നാട്ടുകാരിൽ പ്രതിഷേധമുണ്ടാകുന്നു. അവിടെ ചാണ്ടി ഉമ്മൻ MLA
കൃത്യമായ വിവരങ്ങൾ നൽകാതെ തെറ്റിദ്ധരിപ്പിച്ചു സർക്കാർ പ്രതിനിധികൾ എന്ന ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് ഇപ്പോൾ യോഗം ചേർന്ന ശേഷമാണ് മന്ത്രി വീണ ജോർജും മന്ത്രി വി എൻ വാസവനും മാധ്യമങ്ങളെ കണ്ടത്. അവർ പറയുന്നത് 2013 തന്നെ ഈ കെട്ടിടത്തിന്റെ ബലക്ഷയം സംബന്ധിച്ച കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. തുടർന്നാണ് പുതുക്കിയ കെട്ടിടം വേണം എന്ന ആവശ്യം ഉയർന്നത്. അതിനുശേഷം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന് കിഫ്ബിയിൽ നിന്ന് പണം കണ്ടെത്തിയ ശേഷമാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. അവിടെ അത് ഉദ്ഘാടനത്തിന് വേണ്ടിയുള്ള തീയതി നിശ്ചയിച്ചത് ഈ കഴിഞ്ഞ മാസം 30-ാം തീയതി ചേർന്ന യോഗത്തിലാണ്. അത് തുറക്കാനിരിക്കെയാണ് ഈ അപകടം ഉണ്ടായത്. ഈ അപകടം ദൗർഭാഗ്യകരമാണ് എന്ന നിലപാടാണ് മന്ത്രിമാർ സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഇക്കാര്യത്തിൽ എവിടെയാണ് പിഴവ് സംഭവിച്ചുള്ളത് എന്ന കാര്യം പരിശോധിച്ച റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വി എൻ വാസവൻ നമ്മളോട് തത്സമയം ഈ കാര്യങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.